ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ അൺചേഞ്ചിങ് റിലേഷൻസ് അല്ലെങ്കിൽ മാറാത്ത ബന്ധങ്ങൾ, അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. ഇതിനകത്തിലെ കണക്കുകളൊക്കെ നമ്മൾ അതിനകത്തിൽ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ എക്സസൈസിൻ്റെ അതായത് 116ാമത്തെ പേജിലെ നമ്മൾ ഈ ഒന്നാമത്തെ കണക്കുകളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ എളുപ്പവഴി വെച്ചാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കണം, വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. രണ്ടാമത്തെ വേർഡ് പ്രോബ്ലം ആവുന്നു കുഞ്ഞുങ്ങൾ. ഇവിടെ മലയാളം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ ആ മലയാളം അർത്ഥം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ടേക്ക് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ആൾസോ ദ സം ഓഫ് ദ മിഡിൽ 2 നമ്പേഴ്സ്. ടേക്ക് അതർ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ചെക്ക് വൈ ആർ ദ സം ഓഫ് ദ സെയിം എവരി ടൈം എന്നാണ് അല്ലേ. അതായത് അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. അടുത്തടുത്ത കേട്ടോ, കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത 4 നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ അല്ലേ. 1, 2, 3, 4, 5 എന്നുള്ള അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ എടുക്കുക. ഏതെങ്കിലും എടുക്കാനാണ് പറഞ്ഞത്. 1, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിലെ ഏതെങ്കിലും അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. ഇനി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും നടുവിലെ 2 സംഖ്യകളുടെ തുകയും, അതായത് മൊത്തം 4 എണ്ണമല്ലേ, അതുകൊണ്ടാണ് ആദ്യത്തെ അവസാനത്തെ പിന്നെ നടുക്കിലത്തെ 2 എണ്ണം എന്ന് പറയുന്നത്. പിന്നെയോ അടുത്തടുത്ത വേറെ 4 എണ്ണൽ സംഖ്യകൾ എടുത്ത് അതും കൂടി നമ്മൾ പരിശോധിക്കണം. ഇവ തുകകൾ തുല്യമാകാൻ കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചോദ്യം പിടികിട്ടിയോ? ഇനി നമുക്ക് പറയുമ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കുഞ്ഞുങ്ങളെ. നോക്കണേ, അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നത് നോക്കണേ നിങ്ങളിവിടെ. ഞാൻ 5 അടുത്തടുത്ത കേട്ടോ, 6, 7, 8 കണ്ടോ. നാച്ചുറൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യ കേട്ടോ. അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യ എടുത്തു. ഇനി അവർ പറഞ്ഞത് എന്ത് ചെയ്യാം? എണ്ണൽ സംഖ്യ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും. ഇവിടെ ആദ്യത്തെ നോക്കൂ നിങ്ങളെ, ഇതാണ് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക. ഇതൊന്ന് നോക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 5 + 8 ആണ് അല്ലേ. എത്രയാണ്? 13 ആണ് അല്ലേ. 5 + 8 13 ആണ്. അതുപോലെ തന്നെയാണ് അതിനപ്പുറത്തെ നോക്കിയേ, ഇടയ്ക്കലത്തെ അല്ലേ, എന്താ നടുവിലെ 2 സംഖ്യകളുടെ തുക. നടുവിലെ 2 സംഖ്യ നോക്കൂ കുഞ്ഞുങ്ങളെ, ഏതാ? ഞാനിത് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ കൂട്ടുമ്പോൾ നടുവിലെ 2 സംഖ്യകൾ ഏതൊക്കെയാണ്? ഇവിടെ 6ഉം 7ഉമാണ് അല്ലേ. ഇത് കൂട്ടുമ്പോഴും എത്ര വരുന്നു? 6ഉം 7ഉം 13 ആണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് 4 സംഖ്യയാണ് കേട്ടോ. 4 സംഖ്യ, ഏതെങ്കിലും 4 സംഖ്യ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും 4 സംഖ്യ എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നമ്മളപ്പോൾ ഇവിടെ എങ്ങനെയാണ് എടുത്തതെന്ന് ഇവിടെ ഒന്ന് കാണിക്കണേ. എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഫസ്റ്റ് ആദ്യം നമ്മൾ എടുത്തത് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് അല്ലേ, ഈസിക്കൽ ടു 5 + 8 ഈസിക്കൽ ടു 13. ഇവിടെ ഒന്ന് വരച്ച് കാണിച്ച എഴുതുന്ന എങ്ങനെ വേണോ എഴുതാം നോക്കണേ. അടുത്തതോ മിഡില്, മധ്യത്തിലുള്ള അല്ലേ, നടുക്കുൾ മിഡിൽ 2 നമ്പർ, മിഡിലത്തെ 2 നമ്പർ ഏതൊക്കെയാ? 6ഉം 7ഉം. നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് എത്ര വന്നത്? 13 അല്ലേ, 13 അല്ലേ വന്നത് ഇല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാവുന്നു. ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാൻ പറയുന്നുണ്ടോ? ഇത് ഇങ്ങനെ മാത്രമാണോ, ഈ നമ്പർ മാത്രമാണോ വരുന്നത്? നോക്കി അടുത്തത്, അതായത് ഇപ്പം ഞാൻ പറയുക 10, 11, 12, 13 അടുത്തടുത്ത 4 സംഖ്യ. മനസ്സിലാക്കണേ. ഇത് ഫസ്റ്റ് നോക്കൂ നിങ്ങളിവിടെ. ഇപ്പം നോക്കിയാൽ ആദ്യത്തേതും അവസാനത്തേതും. അപ്പം നമുക്ക് എന്താ, ഇത് ഇംഗ്ലീഷ് ഞാൻ എഴുതിയതാണ്, മലയാളം മീഡിയക്കാർക്ക് നോക്കണേ. ആദ്യത്തേത് പ്ലസ് അവസാനത്തേത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് കേട്ടോ, മലയാളം മീഡിയക്കാർക്ക്. പിന്നോ നടുവിലെ 2 സംഖ്യകൾ തമ്മിൽ, നടുവിലെ നമ്മുടെ ചോദ്യത്തിലുണ്ട് കേട്ടോ, നടുവിലെ 2 സംഖ്യകൾ, 2 സംഖ്യകളുടെ തുക എന്ന് എഴുതിയാലും മതി കേട്ടോ. സംഖ്യകൾ കൂടെ കൂട്ടുമ്പം എത്രയാണ് വന്നത്? ആദ്യത്തേതും അവസാനത്തെയും കൂടെ കൂട്ടിയപ്പോൾ എത്ര നിങ്ങൾ ഇവിടെ എഴുതിയില്ല അല്ലേ. എത്ര? ഈസിക്കൽ ടു 10 + 13 ഈസിക്കൽ ടു 23.
സംശയമുണ്ടോ? 10ഉം 13ഉം കൂടെ ആദ്യത്തെ കൂട്ടുക. രണ്ടാമത്തെയോ 11ഉം 12ഉം കൂടി കൂട്ടുക. നിങ്ങൾക്ക് നോക്കണേ നിങ്ങൾ, 11ഉം 12ഉം 23. നോക്കിയേ, അതും ഒരുപോലെയല്ലേ വന്നത്? മനസ്സിലാക്കണേ. ഫസ്റ്റും ലാസ്റ്റും കൂടി കൂട്ടുക. ആദ്യത്തെയും അവസാനത്തെയും കൂടെ കൂട്ടി കിട്ടുന്നത് തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് കിടക്കുന്ന ഈ രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോഴൊന്നും. ഇവിടെ അതുപോലെയാണ്. ആദ്യത്തെ അവസാനത്തെയും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 23 കിട്ടി. നടുക്കളത്തെ രണ്ടെണ്ണം കൂടെ കൂട്ടിയപ്പോഴും നമുക്ക് എന്താ 23 കിട്ടി. ഇപ്പം മനസ്സിലായോ? രണ്ടും ഒരുപോലെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതിന് കാരണം എന്താണ്? മലയാളം ഇംഗ്ലീഷും ആയിട്ട് രണ്ടെണ്ണം എഴുതി കേട്ടോ. എന്തുകൊണ്ടാവും കുഞ്ഞുങ്ങളെ? ഇതിൻ്റെ ഒരു എളുപ്പവഴി ഞാൻ പറയാം കേട്ടോ. എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ 5, 6, 7, 8 എന്ന് എഴുതിയില്ലേ? അപ്പം ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ 5 നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ തന്നെ നമുക്ക് എഴുതാം. 5, 6, 7, 8. 5, 6 ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇതൊന്ന് പറഞ്ഞാൽ, ഇപ്പം 5നെ നമ്മൾ 5 ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ. ഒന്നുകിൽ നമുക്ക് എഫ് എന്ന് പറയാം, എഫ് ഫസ്റ്റ് നമ്പറിൻ്റെ എഫ്. അതല്ലെങ്കിൽ നമുക്ക് എൻ എന്ന് പറയാം കുഞ്ഞുങ്ങളെ. എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുക കേട്ടോ. എൻ എന്ന് പറയാം. അപ്പോൾ ആ എന്നിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നതല്ലേ 6. അപ്പം നമുക്കതിനെ n+1 എന്ന് പറയാം. ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എഫ് എന്ന് പറയാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. എഫ്. രണ്ടാമത്തെ 2f അല്ല, f+1 എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി കേട്ടോ. രണ്ടാമത്തെയോ n+2, എന്നിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി. 8 n+3, അതായത് ഈ 5ൻ്റെ കൂടെ 3 കൂടെ കൂട്ടി. മനസ്സിലായോ? 5 എന്ന് പറയുന്നതിന് നമുക്ക് ഇനി എഫ് ആയാലും മതി കുഞ്ഞുങ്ങളെ കേട്ടോ. ഫസ്റ്റ് നമ്പർ, ആ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി, ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി, ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 3 കൂടെ കൂട്ടി. അങ്ങനെയാണ് ഇതിങ്ങനെ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നോക്കൂ കുഞ്ഞുങ്ങളെ, എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്പറായ n, ഈ n പ്ലസ് ഈ ലാസ്റ്റ് ഏതാ n+3. ബിക്കോസ് നമ്മളോട് ചോദിച്ചില്ല എന്താണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇത് വേണേൽ ബ്രാക്കറ്റ് കിട്ടോ. n-ഉം 2n കേട്ടോ. 2n പിന്നെ ഏതാ ഒരു 3 ഉണ്ട്. 2n+3 ആണ് കിട്ടിയത്. മനസ്സിലായോ? അടുത്തത് നോക്കിക്കേ, n+1ഉം പ്ലസ് n+2ഉം കൂടെ കൂട്ടിയപ്പോഴോ n-ഉം 2n, 1, 2, 3. നോക്കിയേ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മളോട് ചോദിച്ചാൽ ഇത് നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായി. ഏത് 4 അക്ക സംഖ്യകൾ വന്നാലും ആദ്യത്തെയും അവസാനത്തെയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ കിട്ടുമ്പോൾ കിട്ടുന്നതെന്ന് നമ്മളിപ്പം ഒരെണ്ണം ചെയ്താണ്ട് ഒന്നിവിടെ ചെയ്തു അന്നേരം എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് എന്നത് നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിനെ നമ്മൾ പറഞ്ഞില്ല, എന്നോ എഫ് എന്നോ ഇംഗ്ലീഷ് ഏത് അക്ഷരം കൊടുത്താലും മതി. ഞാനൊരു ഇതിനു വേണ്ടി എണ്ണം കൊടുത്താൽ നമ്പർ എന്നുള്ളത് കേട്ടോ. അപ്പം 5 എന്ന് പറയുന്നതിനെ നമ്മൾ n എന്ന് കൊടുക്കുക. നിങ്ങൾക്കത് എന്നൊരു എന്തോ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എഫ് എന്ന് കൊടുത്തോ. ഫസ്റ്റ് ടേം n, അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടി, 2 കൂടെ കൂട്ടി, 3 കൂടെ കൂട്ടി. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? n-ഉം n+3 കൂട്ടിയപ്പോൾ 2n+3 കിട്ടി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അടുത്തത് n+1ഉം n+2 കൂട്ടുമ്പം 2n+3 കിട്ടി. മനസ്സിലായോ നിങ്ങൾ? ഇതാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ എന്താ, ഇത് കൺസിസ്റ്റൻ്റ് പാറ്റേൺ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അതാണ് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അർത്ഥം ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ 4 എണ്ണം അല്ലേ 4 എണ്ണം ആയപ്പോൾ നമുക്ക് എന്താ അതിനെ പെയറായിട്ട് എടുക്കാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ. പക്ഷെ 5 എണ്ണം വന്നായിരുന്നെങ്കിൽ 1 അവിടെ അധികത്തിൽ കിടക്കത്തില്ല. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. 1 അവിടെ ഇല്ലാതായി കിടന്നു. ഇവിടെ നമുക്ക് ഒരു ഈവൻ നമ്പറാണ് വന്നത് അല്ലേ. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് പെയറായിട്ട് എടുക്കാൻ പറ്റും. അതാണ് കൺസിസ്റ്റൻ്റ് പാറ്റേൺ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ച രീതി വെച്ചിട്ട് എങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ? 4 കോൺസിക്യൂട്ടീവ് നാച്ചർ നമ്മളോട് ചോദിച്ചതാ. 4 എന്തുകൊണ്ടാണ് കോൺസിക്യൂട്ടീവ്? നമ്മുടെ ചോദ്യത്തിലുണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ സം ഓഫ് അതിൻ്റെ ഫസ്റ്റിലത്തെയും ആൻഡ് ഫോർത്ത്, ഫസ്റ്റിലും ഒന്നാമത്തെയും 4ാമത്തെ ടേം ആൻഡ് പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ഇടയ്ക്കുള്ളത്തെ 2 എണ്ണം അല്ലേ ടേം ആർ ഈക്വലാണ്
കേട്ടോ. ഈക്വലാണ്. എത്ര ഈക്വൽ? അതായത് സം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? നമുക്കിവിടെ 2n+3 എന്ന് കിട്ടി. അതായത് 2n+3 എന്ന് കിട്ടി. ഇങ്ങനെ ഇവിടെ 2n+3 എന്ന് ഇങ്ങനെ എഴുതിയാൽ രണ്ട് ശരിയാ കേട്ടോ. മനസ്സിലായോ? ഈ 2n+3 വന്നത് എങ്ങനെയാണെന്നറിയോ? മനസ്സിലാക്കി പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിനി നിങ്ങൾ ഏത് സംഖ്യ, 4 അക്കമുള്ള ഏത് സംഖ്യ എടുത്തോ നമുക്ക് ഈ ആൻസർ എന്ന് വെച്ച് എഴുതുമ്പോൾ നമുക്ക് ഈ ആൻസർ എല്ലായിടവും കിട്ടുന്നത് കേട്ടോ. ഏത് 4 അക്ക സംഖ്യ എടുത്തോ അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൻസറാണ് കേട്ടോ. 4 അക്കമായതുകൊണ്ടാണ് ഈ ലാസ്റ്റിൽ 3 വന്നത്. ഈ ക്ലൂ ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. മനസ്സിലാക്കണേ. ഈ 2n+3 വന്നത് കേട്ടോ. അത് ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരെണ്ണയെ ചെയ്തുള്ളതിലും ആ ചെയ്യുന്ന വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ വേണമെങ്കിൽ ഒറ്റയടിക്ക് ഈ എക്സസൈസ് ഫുള്ള് വേണമെങ്കിൽ അങ്ങ് ചെയ്തു തരാം. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ലല്ലോ നിങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സമയം എടുത്തായാലും ഇത് പറഞ്ഞു തരുന്നത്. കാരണം ഇത് വേരിയബിൾ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അതായത് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഈ എന്നെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേട്ടോ, പിന്നെ എന്താ എഫ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഫസ്റ്റ് ടേം പ്ലസ് ആ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ഉണ്ട്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇത് നമ്പർ വെച്ച് നിങ്ങൾ നോക്കിയേ നമ്പർ കേട്ടോ. ഇങ്ങനെ കൂട്ടുമ്പോൾ 2n+3 കിട്ടും. എന്നും 2n, പിന്നെ ഈ 3 ആണ് ഇത്. ഇവിടെ എന്നും 2 3 1 2 3 എങ്ങനെ ചെയ്താലും വരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ നിങ്ങളെ? ഇത് ഓക്കെ ആണോ? 2n+3 വന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നാമത്തെയും നാലാമത്തെയും കൂട്ടുമ്പോഴും 2n+3 ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ കൂട്ടുമ്പോഴും നമുക്ക് 2n+3. 2n എന്ന് വെച്ചാൽ 2 × n ആണ് കേട്ടോ. ഇനി ഇത് ഏതെഴുതിയാലും മതി കേട്ടോ. 2n എന്ന് വെച്ചാൽ 2 × n ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് 2n+3 ആണ് കേട്ടോ. നമുക്ക് അടുത്തത് ചെയ്യാം. ഇപ്പം നമ്മൾ 4 എണ്ണം അടുത്തടുത്ത 4 എണ്ണൽ സംഖ്യകൾ വന്നപ്പോൾ നമുക്ക് എന്താ അവിടെ കിട്ടിയെന്നാ? എത്രയായിരുന്നു കുഞ്ഞുങ്ങളെ അവിടെ വന്നത്? നമുക്ക് 2n+3 എന്നാ വന്നത് ഇല്ലേ? അടുത്തടുത്ത 4 എണ്ണം വന്നപ്പോൾ നമുക്ക് ഇതാ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ടേക്ക് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു വിച്ച് അതർ പെയർ? വൈ ഈസ് ദീസ് സോയെ? അതായത് അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾക്ക് പകരം നമ്മൾ 4 എണ്ണം വെച്ചല്ല ഇപ്പം ചെയ്തത്. അതിന് പകരം അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ എടുത്താലോ? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക മറ്റേതൊക്കെ ജോഡി സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമാണ്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. വല്ലോ മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ നിങ്ങളെ? മുമ്പ് നമ്മൾ 4 എണ്ണത്തിൻ്റെ ചെയ്തില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ 6 എണ്ണത്തിൻ്റെ ഒന്ന് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് പിന്നെ എന്താ 20 അല്ലേ വേണ്ട 10 11 12 13 14 15 6 1 2 3 4 5 6 6 മനസ്സിലായോ? അടുത്തടുത്തുള്ള അതായത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ എടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അടുത്തടുത്തുള്ള ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഞാൻ എടുക്കുന്നതല്ല നിങ്ങൾ എടുക്കണമെന്നില്ല. ഏതെടുത്താലും മതി. 6 എണ്ണം എടുക്കുക. എടുത്തതിന് ശേഷം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. എന്താ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? n എന്ന് കൊടുത്തുകൂടായോ? മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ n ഫസ്റ്റ് നമ്പർ n. ആ എന്നിൻ്റെ കൂടെ എന്താ നിങ്ങളെ? n+1. അടുത്ത് കഴിഞ്ഞോ n+2, പിന്നെയോ n+3, പിന്നെ n+4, n+5. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്തില്ലേ? ഇത് ചെയ്ത് കണ്ടില്ലേ? കണ്ടോ? അതുപോലെ നമ്മൾ ഓരോന്നിനും ചെയ്യുക കേട്ടോ. ഫസ്റ്റ് നമ്പറിനെ കേട്ടോ, ഫസ്റ്റിനെ നമ്മൾ n എന്ന് കൊടുക്കുക. n. രണ്ടാമത്തത് n+1, കാരണം ആ എന്നിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി. 10ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി. അടുത്തതോ 10ൻ്റെ കൂടെ 2 കൂടെ കൂട്ടി. 10ൻ്റെ കൂടെ 3 കൂടെ, 10ൻ്റെ കൂടെ 4 കൂടെ, 10ൻ്റെ കൂടെ 5 കൂടെ കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ടു ലാസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ടു ലാസ്റ്റ് എത്ര കുഞ്ഞുങ്ങളവിടെ? n പ്ലസ് എന്താ n+5 കണ്ടോ? n+5 എത്ര കിട്ടിയത്? n-ഉം 2n പിന്നെ ഒരു +5 ആണ് ഇവിടെ കിട്ടിയത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ കിട്ടി. അടുത്തതോ രണ്ടാമത്തത് 2 ഇത് പെയറായിട്ട് എടുക്കണം. ഇത് ഒന്നാമത്തത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തത് ഏതൊക്കെയാ? n+1-ഉം പ്ലസ് n+4.
n+1 n+4 നോക്കൂ കുഞ്ഞുങ്ങളെ, എന്നും എന്നും 2n ആണ്, പ്ലസ് 1 4 5 അപ്പോൾ അതും നമുക്ക് കിട്ടി. കണ്ടോ, നമ്മളോട് ചോദിച്ചത് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക മറ്റേതൊക്കെ ജോഡി സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമാണ്, അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ ഫസ്റ്റും ലാസ്റ്റും എടുത്തു, നമുക്ക് 2n+5 കിട്ടി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതും 3 4 അഞ്ചാമത്തതും എടുത്തല്ലേ, അപ്പോഴും നമുക്ക് അത് തന്നെ കിട്ടി. അടുത്തത് n+2 നോക്കണേ, തിരിഞ്ഞു പോകല്ലേ. ഫസ്റ്റ് ആദ്യത്തേത് 10 അത് ഞാനൊന്ന് എഴുതി കാണിക്കാം അല്ലേ. n+2 n+3 കൂടെ കൂട്ടിയാൽ എത്ര വരുമെന്ന്, n+2 n+3 എത്ര കുഞ്ഞുങ്ങളെ, 2n+ അതും 5 തന്നെയല്ലേ. കണ്ടോ, ഇത്രയാണ് കിട്ടിയത്. സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ കുഞ്ഞുങ്ങളെ? ഇവിടെ താഴെ എഴുതി കാണിക്കണോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്കിത് ഒരുപാട് വലുതായിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് അടുത്തടുത്തുള്ള ഇത് പല രീതിയിലും പഠിക്കാം കേട്ടോ. ഒരു എളുപ്പ വഴിയിലാണ് ഞാൻ ഈ പറയുന്നത്, അതങ്ങ് ഒരുപാട് എളുപ്പമായി പോയോ? അതായത് അടുത്തടുത്തുള്ള 6 സംഖ്യ എഴുതുക. അതിലൊന്നാമത്തെ നമ്മൾ n എന്ന് പേര് കൊടുക്കുക, രണ്ടാമത്തെ n+1 n+2 n+3 ഇതൊക്കെ നമുക്ക് എളുപ്പം എഴുതാൻ പറ്റത്തില്ലേ? ഇത് എഴുതിയിട്ട് നിങ്ങൾ ആദ്യത്തേതും അവസാനത്തേതും കൂടെ കൂട്ടുക. എന്നിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതും ഇവിടെ അതിൻ്റെ അറിയാമല്ലോ, നമുക്ക് പെയറായിട്ട് എടുക്കാൻ അറിയാമല്ലോ. എടുക്കുക, ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന് അറിയാമോ? ജോഡികളായിട്ടാണ്ട് അത് ഇതെടുക്കുക, പിന്നെ ഇതെടുക്കുക, പിന്നെ ഇതെടുക്കുക കേട്ടോ. ജോഡികളായിട്ട് എടുക്കുക. അത് ഞാൻ എവിടെ എഴുതിയാണ്ട് ഇങ്ങനെ എഴുതരുതെന്ന്, എന്നാലും അത് എങ്ങനെയാണ് വന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. 10 15 ആണെങ്കിൽ എന്നും 10 15 ഫസ്റ്റ് ടു ലാസ്റ്റ് 10 15 അല്ലേ, എന്നും n+5 പിന്നെ 11 14 അല്ലേ, n+1 n+4 12 13 ആണെങ്കിലോ n+2 n+3. അപ്പോൾ നോക്കി, ഇത് കൂട്ടുമ്പോൾ എത്രയൊക്കെയാവും നിങ്ങളെ വരുന്നത്? എന്നും 2n+5. ഞാൻ ഈ മേളിൽ എഴുതിയത് തന്നെ ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ. ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വരച്ചിട്ടേക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, നിങ്ങൾ ഇങ്ങനെ അങ്ങ് എഴുതിയാൽ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ശരിയാ, ആൻസർ ഇത് വേണമെന്നേ ഉള്ളൂ കേട്ടോ. 2n ഇവിടെ നോക്കിയാൽ 2n+5 ആണ്. എന്നും 2n 1 4 5 എന്നും 2n പ്ലസ് 2 3 5 നോക്കിയേ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഒരുപോലെയല്ലേ എല്ലാം വന്നത് അല്ലേ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അത് നല്ലപോലെ ഒന്ന് നോക്കിക്കേ. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ വെച്ചേ നമ്മളോട് ഇതൊന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞു, നമ്മളോട് 4 കോൺസിക്യൂട്ടീവ് കേട്ടോ, കോൺസിക്യൂട്ടീവ് ഈ ക്ലൂ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. നാച്ചുറൽ നമ്പറാണ് കേട്ടോ, നാച്ചുറൽ നമ്പർ. അതായത് അടുത്തടുത്തുള്ള ഇതറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾ, 4 എണ്ണൽ സംഖ്യകൾ ഇത് ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. എണ്ണൽ സംഖ്യകളുടെ ആണെങ്കിൽ നമുക്ക് എത്രയാണെന്നറിയോ? 2n കേട്ടോ. 4 എണ്ണമാണ് ചോദിക്കുന്നെങ്കിൽ +3 നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലയോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് 6 എണ്ണമാണ്, ഈ സെയിം ഇത് തന്നെ 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, 6 അടുത്തടുത്തുള്ള സംഖ്യകളാണെങ്കിൽ 2n പ്ലസ് ഈ 6ൽ നിന്ന് 1 കുറച്ച 5 ആണ്. മനസ്സിലായോ? മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇനി അഥവാ നമുക്ക് 10 എണ്ണമാണ് നമ്മളോട് ചോദിച്ചെങ്കിൽ 10 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ അല്ലെ 10 അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 2n പ്ലസ് 9 എന്നാണ് വരുന്നത്. എത്ര എണ്ണമാണോ നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? അതിൽ നിന്ന് 1 അങ്ങ് കുറച്ചാൽ മതി. ഈ ക്ലൂ അറിയാവുന്നവർക്ക് എളുപ്പം അത് പഠിക്കാൻ പറ്റും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മളോട് ചോദിക്കുക അടുത്തടുത്തുള്ള 100 കേട്ടോ, 100 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. മനസ്സിലായോ? 100 ചോദിക്കുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 2n പ്ലസ് 99 ആയിരിക്കും. അതിൽ നിന്ന് 1 അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. ഇവിടെ മുമ്പ് നമ്മൾ ഫസ്റ്റ് ചോദിച്ചത് എന്തായിരുന്നു? ഫസ്റ്റ് 4 എണ്ണം ചോദിച്ചതാ. ആൻസർ നോക്കിയേ, 2n പ്ലസ് 3. മനസ്സിലായോ? 2n പ്ലസ് 3. ഇപ്പം നമ്മളോട് 6 എണ്ണം ചോദിച്ചു, അപ്പം നമ്മുടെ ആൻസർ വന്നത് 2n പ്ലസ് 5. ഈ എന്നൊക്കെ വന്നത് അറിയാമല്ലോ നിങ്ങൾ. ഇനി ഇത് ഇങ്ങനെ എടുത്ത് എഴുതുന്നില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതി കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഓരോ നമ്പറും തങ്ങളിൽ എഴുതി വെച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കാരണം. ഇതിനകത്തിൽ തന്നെ 2 ചോദ്യം കൂടെ ഉണ്ടോ നിങ്ങൾ? അതുകൂടെ നോക്കാം.
നമ്മളിപ്പോൾ ചെയ്ത എല്ലാം ഈവൻ നമ്പറിൻ്റെ വെച്ചായിരുന്നു. അതായത് 4 എണ്ണം വരുമ്പോൾ അതിനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. 4 എണ്ണം വരുമ്പം മനസ്സിൽ ഓർത്തണം 2n പ്ലസ് 4 എണ്ണം ആയതുകൊണ്ട് 3 അല്ലേ ലാസ്റ്റ്. 6 എണ്ണം ആയിരുന്നെങ്കിലോ 2n പ്ലസ് 5 അല്ലേ. അപ്പോൾ ഈവൻ നമ്പർ വെച്ച് അതായത് 2, 4, 6, 8, 10 ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് നമ്മളിപ്പോൾ ഇതുവരെ ഉള്ളതിൽ പറഞ്ഞു. പക്ഷേ ഇനി നോക്കൂ നിങ്ങൾ, ഇതിനകത്തിലെ അല്ലേ ഞാൻ പറഞ്ഞു വന്നതാണ്. പക്ഷേ ഇപ്പം നമ്മളോട് ചോദിച്ചു നോക്കുന്നില്ലേ, വാട്ട് ഇഫ് വി ടേക്ക് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകളായാലോ 5 എണ്ണമായാലോ എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം 5 എണ്ണം ആകുമ്പോൾ ഏതായിരിക്കും വരുന്നത്. നമ്മൾ ഈ രീതിയിൽ പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും നിങ്ങളെ? 5 എണ്ണം ആകുമ്പോൾ നമുക്കറിയാം അല്ലേ 2n പ്ലസ് 4 ആയിരിക്കും. മുമ്പ് നമ്മൾ അതിൻ്റെ ക്ലൂ പഠിച്ചതാണ്. എത്ര എണ്ണമാണോ നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ ഒന്ന് കുറവ് ഇവിടെ അങ്ങ് കാണിച്ചാൽ മതി അല്ലേ. ഇനിയിപ്പോൾ 15 ആണെങ്കിലോ 2n പ്ലസ് 14, എപ്പോഴും എത്രയാണോ ചോദിക്കുന്നത് അതിൻ്റെ ഒന്ന് കുറവ് ഇവിടെ അങ്ങ് കാണിച്ചാൽ മതി. അപ്പോൾ ഇതാ കിട്ടുന്നത് നമുക്കറിയാം. പക്ഷേ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, അതായത് ആയാലോ എന്നാ ചോദിച്ചത്. അപ്പം നമ്മൾ പറയാം ഇപ്പോൾ 2, 3 അടുത്തടുത്തുള്ളതായിരിക്കണേ 4, 5, 6 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടു ലാസ്റ്റ്, നമ്മളോട് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ടു ലാസ്റ്റ്. പിന്നെ അതിൻ്റെ തൊട്ട് കണ്ട് ഇങ്ങനെ. പക്ഷേ ഇവിടെ ഒരെണ്ണം കണ്ടോ ഇവിടെ ഈ ഒരാൾക്ക് പേരില്ല, അയാൾക്ക് ജോഡി ആയിട്ട് കൂട്ടാൻ വേണ്ടി ആരുമില്ല അല്ലേ. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നോക്കൂ നിങ്ങൾ, 6 2 ഇവിടെ കൂട്ടിയപ്പോൾ 8 ആണ്, 5 3 8 ആണ് അല്ലേ. ഈ 4 ഒന്നുമില്ല. ഇപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ രീതിയിലാണെങ്കിലോ n അല്ലേ, n പ്ലസ് 1, n പ്ലസ് 2, n പ്ലസ് 3. ഫസ്റ്റ് ഇതാണ് n പ്ലസ് 1, n പ്ലസ് 2, n പ്ലസ് 3. അടുത്തത് n പ്ലസ് 4 അല്ലേ, n പ്ലസ് 4. ഇപ്പം നമ്മൾ കൂട്ടുമ്പോൾ എങ്ങനെ എഴുതും? നമുക്ക് n പ്ലസ് n പ്ലസ് n പ്ലസ് 4 എത്ര കിട്ടി നോക്കിയേ? n 2n പ്ലസ് 4 കണ്ടോ? ഇത് തന്നെ നമുക്ക് കിട്ടുന്നത് കണ്ടോ? 2n പ്ലസ് 4 കിട്ടിയ കണ്ടോ? അടുത്തത് ഏതാ? ഇതും അല്ലേ, n പ്ലസ് 1 പ്ലസ് n പ്ലസ് 3. ഇതിന് പല എളുപ്പവഴിയുണ്ട്, പക്ഷെ നമ്മൾ ഓരോ കണക്കിനും ഓരോ രീതിയുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. 2n പ്ലസ് 4 ആണ് ഇവിടെയും വരുന്നത് കേട്ടോ. അടുത്ത എന്താ? n പ്ലസ് 2 എന്ന് പറയുന്ന ഒരാൾ അവിടെ കിടപ്പുണ്ട് അല്ലേ, n പ്ലസ് 2. ഈ n എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഫസ്റ്റ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചതാ 2n പ്ലസ് 4 ആണ് നമുക്ക് കിട്ടുന്നതെന്നറിയാം. ഈ n എന്ന് വെച്ചാൽ ഏതാ കുഞ്ഞുങ്ങളെ? ഇവിടെ n ഫസ്റ്റ് ടേമാണ്. n മാറ്റി ഇനി നിങ്ങൾക്ക് കണ്ട f ഫസ്റ്റ് ടേം എന്ന് വെച്ചോ. അപ്പോൾ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ആരാ ഇവിടെ? 2 ആണ് അല്ലേ, പ്ലസ് 4. 2 ഇൻറ്റു 2 4, 4 പ്ലസ് 4 8 കിട്ടി. കണ്ടോ? അതായത് 2. ഈ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാക്കി ചെയ്യണേ. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? നമ്മളോട് ചോദിച്ചത് ഇതിന് പേരില്ല, ഇതിൻ്റെ ഇരട്ടിയായിരിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിൻ്റെ ഇരട്ടിയാണ്. 2 ഇൻറ്റു n അല്ലേ, 2 ഇൻറ്റു n. അപ്പം ഇത് എത്ര? അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകൾ വന്നാൽ പേരായിട്ട് നമ്മൾ എടുത്തു ഫസ്റ്റ് ടു ലാസ്റ്റ്, അതിൻ്റെ തൊട്ട് താഴത്തേത് അല്ലേ, അതൊക്കെ നമ്മൾ ചെയ്തു, പേര് കൊടുത്തു. n പ്ലസ് 1 അതിൻ്റെ എന്നിൻ്റെ കൂടെ 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി അങ്ങനെ നമ്മളിവിടെ കൊടുത്തപ്പോൾ 2n പ്ലസ് 4. ഈ ഇതിനകത്തിൽ എവിടെയും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്നല്ലോ? ഈ എന്നിൻ്റെ കൂടെ ഈ n പ്ലസ് 4 ആണ് ഇത് കേട്ടോ. അത് n 2n, പിന്നെ ഈ 4 ആണിത്. n 2n, 1 3 4. ഇനി നമുക്ക് ഏതാ? ഒരു 4 ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം 2n പ്ലസ് 4 ആണെന്ന് നമുക്കിവിടെ അറിയാം അല്ലേ, ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന് കുറച്ചാൽ വരുന്നത്. അപ്പം 2 ഇൻറ്റു n എന്ന് വെച്ചാൽ n കേട്ടോ, ഇതല്ലേ n. ഓക്കെ, ഫസ്റ്റ് നമ്പർ n. അപ്പം നമുക്ക് 8 വരും. മനസ്സിലായോ? ആൻസർ അപ്പോൾ 2n പ്ലസ് 4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. അടുത്ത ഒരു ചോദ്യം കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണൽ സംഖ്യകൾ, അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളായോ എന്നും കൂടെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യ വന്നാൽ 3 കോൺസിക്യൂട്ടീവ് എണ്ണൽ സംഖ്യ
കേട്ടോ. 3 വന്നു കഴിഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ വന്നു കഴിഞ്ഞാൽ 3 വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പം ഒരു എക്സാം 3 വന്നാൽ നമുക്കറിയാം ഇക്വേഷൻ ഏതായിരിക്കും കുഞ്ഞുങ്ങളെ, 2n + 3 അല്ലേ. 3 ആയപ്പോൾ എന്താ ഇവിടെ 2 ആയിരിക്കും അല്ലേ, 1 കുറവായിരിക്കും. 2n എല്ലാത്തിലും ഉള്ളത് തന്നെയാണ്, പിന്നെ ഏതാ 2, 3 ആയതുകൊണ്ട് 1 കുറവ് 2. ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഇത് നമ്മുടെ മനസ്സിലറിയേണ്ട കാര്യമാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ എഴുതി ഇപ്പോഴേ വെക്കരുത്, ലാസ്റ്റിലെ ആൻസർ ഇതായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ക്ലൂ ആദ്യം തൊട്ടേ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ 7, 8, 9 അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളാണ് ഈ തന്നിരിക്കുന്നത്. 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടു ലാസ്റ്റ് 9ഉം 8ഉം എത്ര കുഞ്ഞുങ്ങളെ 16 അല്ലേ. പിന്നെ ഇവിടെ ആരാണ് 8 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പം നമ്മളല്ലാതെ പറഞ്ഞ് n+1 n+2 അല്ലേ. n-ഉം n+2 കൂടെ കൂട്ടുമ്പോൾ എത്ര, n-ഉം n+2 കൂടെ കൂട്ടുമ്പോൾ നോക്കിയേ n-ഉം n-ഉം 2n+2 കണ്ടോ, കിട്ടിയത് കണ്ടോ, 2n+2 അല്ലേ. പിന്നെ നമുക്കറിയാം എന്താ 2n+2 ആണെന്ന് നമുക്കറിയാം. അപ്പം 2 × n എത്രയായിരുന്നു ഇവിടെ, n 7 അല്ലേ. 7 + 2 7 × 2 14, 14 2 16 കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്താ ആൻസർ, 2n+2 തന്നെ വന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ ക്ലൂ അങ്ങ് പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മളോട് ചോദിക്കുക എത്ര 15 അടുത്തടുത്തുള്ള 15 എണ്ണൽ സംഖ്യ ആകുമ്പോൾ നമ്മൾ ഓർത്തോണം 2n+14 അല്ലേ. ഫസ്റ്റ് നമ്പർ ഇവിടെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇനി 25 ആണെങ്കിലോ 2n+24. ഈ ക്ലൂ അങ്ങ് പഠിച്ച് വെച്ചേക്കണേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഏത് കണക്ക് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. അടുത്ത നമുക്ക് ഒരു കലണ്ടറിൻ്റെ ആണ്, അത് അടുത്ത പാട്ടിലിടാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.